بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. അള്ളാഹു നമ്മളൊത്തു കൂടിയത് സ്വീകരിക്കട്ടെ. പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികമാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഉജ്ജത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ആമുഖമായി ദുആ ചെയ്യാം. ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാദത്ത് അന്നത്തെ ദിവസം തെറ്റ് ചെയ്യാതെ സൂക്ഷിച്ച് ജീവിക്കലാണ്. ഒരു ദിവസം നമുക്ക് ഫർളായ ഇബാദത്തുകളുണ്ട്, നമുക്ക് ക്രോഡീകൃതമായ രൂപത്തിൽ ഏൽപ്പിക്കപ്പെട്ട ഇബാദത്തുകളുണ്ട്. നമുക്കൊരു ദിവസം ചെയ്യേണ്ട ഇബാദത്തുകളെ കുറിച്ചുള്ള ഒരു ധാരണയുണ്ട്. ഫർളുണ്ട്, സുന്നത്തുണ്ട്. എന്നാൽ ആ ദിവസത്തെ ഏറ്റവും വലിയ ഇബാദത്ത് അന്ന് തെറ്റ് ചെയ്യാതെ സൂക്ഷിച്ച് ജീവിക്കാം. ആ സൂക്ഷ്മതയാണ് അന്നത്തെ ഏറ്റവും വലിയ ഇബാദത്ത്. അങ്ങനെയെങ്കിൽ ആ സൂക്ഷ്മത നമുക്ക് ഫർളും കൂടിയാണ്, നമുക്ക് നിർബന്ധമാണ്. തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ ശ്രമിക്കുക എന്നത് നമുക്ക് നിർബന്ധമാണ്. ആ നിർബന്ധമായതിനെ ഒഴിവാക്കലാണ് തെറ്റ് ഹറാമാണ് എന്നതിൻ്റെ കൂടെ അത് ഒഴിവാക്കൽ ഹറാമ് എന്ന തലത്തിൽ പരിഗണിക്കപ്പെടുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. സൂക്ഷ്മത എന്നതിനെ അറബിയിൽ പറയും വറ് എന്ന്. വറ്, വാവ്, റാ, ഐന്, വറ്. തെറ്റാകുമോ എന്ന സൂക്ഷ്മതാബോധം, അതോടൊപ്പം തന്നെ തെറ്റാണെന്ന് ഉറപ്പുള്ള കാര്യത്തെ പൂർണ്ണമായും ഒഴിവാക്കുക. തെറ്റാകുമോ എന്ന ആ പേടിയാൽ ഉള്ള ഒരു സൂക്ഷ്മതയും തെറ്റാണെന്ന് ഉറപ്പുള്ളതിനെ പരിപൂർണമായും ഒഴിവാക്കലും, ഇതിനാണ് സൂക്ഷ്മത, വറഅ് എന്ന് പറയാം. അത് വലിയ ഒരു ഇബാദത്താണ്. കൂടുതൽ ഇബാദത്ത് ചെയ്യുന്നു എന്നതല്ല അല്ലാഹ് പരിഗണിക്കുക. തെറ്റുകൾ ഒഴിവാകുന്നുണ്ടോ എന്നുള്ളതാണ് പരിഗണിക്കുക. കൂടുതൽ ഇബാദത്ത് ഉണ്ടാവുക എന്നതിനെ അല്ല പരിഗണിക്കുക. കൂടുതൽ ഇബാദത്തുണ്ട്, കൂടുതൽ തെറ്റുമുണ്ട് എങ്കിൽ അതിൽ കാര്യമില്ല. തെറ്റ് ഒഴിവാകുന്നുണ്ടോ എന്നതിനെയാണ് അള്ളാഹു കൂടുതൽ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നതായി കാണാം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുതറഫ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഇന്നകല തൽഖാ അർറജുലൈനി, രണ്ടാളെ കണ്ടു കഴിഞ്ഞാൽ അഹദുഹുമാ അക്സറു സൗമൻ വസ്വലാത്തൻ വസ്സദഖ, രണ്ടിൽ ഒരാള് കൂടുതൽ സദഖയുണ്ട്, കൂടുതൽ നിസ്കാരമുണ്ട്, കൂടുതൽ നോമ്പുണ്ട്. രണ്ടാമത്തെ ആള് അത്രയൊന്നുമില്ല, പക്ഷേ രണ്ടാമത്തെ ആൾക്കാണ് കൂടുതൽ പ്രതിഫലം കിട്ടിയത്. അങ്ങനെ രണ്ടാളെ സങ്കല്പിച്ചാൽ ഈ രണ്ടുപേർക്കിടയിൽ വന്നിട്ടുള്ളതായ അന്തരങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ മഹാനവറുകൾ പറയാ, ഹുവ അശദ്ദുഹുമാ വറഅ, കൂടുതൽ ഇബാദത്ത് ചെയ്തവനേക്കാളും ഇബാദത്ത് കുറഞ്ഞവന് കൂടുതൽ കൂലി കിട്ടിയത് അവൻ കുറഞ്ഞ ഇബാദത്തിന്റെ കൂടെ തെറ്റുകൾ വരാതെ കൂടുതൽ സൂക്ഷിച്ചു എന്നതാണ്. അപ്പോൾ കൂടുതൽ സൂക്ഷിക്കുക, തെറ്റ് വരാതെ, അതാണ് ഏറ്റവും വലിയ ഇബാദത്ത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സൂക്ഷ്മതയെ നമുക്ക് വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു പാഠ്യ വിഷയമായി തന്നെ കാണണം. എങ്ങനെയൊക്കെ സൂക്ഷിക്കാൻ കഴിയും? ഓരോ കാര്യങ്ങളിലും അള്ളാഹുവിന്റെ ഇഷ്ടക്കുറവ് വരുമോ, പടച്ചവന് പൊരുത്തമില്ലാത്ത ഒരു രീതി ഇതിലുണ്ടാകുമോ എന്നൊക്കെ നമുക്ക് ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കാൻ ശരീരത്തെ പരിശ്രമിപ്പിക്കാം. പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനം പറയുന്നിടത്ത് ഇമാം ജലാലുദ്ദീൻ സുയൂത്തി ദുറുൽ മൻസൂറിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. മുഅ്തത്തിന്റെ രണഭൂമിയിൽ വഫാത്തായ വലിയ മഹാൻ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു മുഅ്തത്തിലേക്ക് പോകാൻ നേരം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വരുന്നുണ്ട്. വന്നിട്ട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഔസിനി, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം
എന്തെങ്കിലുമൊക്കെ എനിക്ക് വസിയത്തായി എന്നോട് പറഞ്ഞേൽപ്പിക്കാമോ? ഞാൻ ചെയ്യേണ്ടതായ കാര്യങ്ങൾ വസിയത്തായി എന്നോട് പറഞ്ഞേൽപ്പിക്കാമോ? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു റവാഹ എന്ന മോനെ, ഇന്നക തഖ്ദമു അർളൻ അസ്സുജൂദ് ബിഹാ ഖലീൽ ഫസ്തക്സിർ മിനസ്സുജൂദ് ബിഹാ. മുഅത്തത്തിന്റെ രണഭൂമി എന്നത് പൊതുവെ സുജൂദ് കുറച്ച് സംഭവിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് നീ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ നിന്റെ സുജൂദുകൾ കൂടുതൽ ഉണ്ടാവണം ആ ഭൂമിയിൽ. അതായത് കൂടുതൽ നീ അവിടെ നിസ്കരിക്കണം. സുന്നത്ത് നിസ്കാരമാണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള അമലുകളാണെങ്കിലും ഒക്കെ അവിടെ ഇബാദത്തിന്റെ ഒരു സാന്നിധ്യം, ഇബാദത്തിന്റെ ഒരു സാഹചര്യമൊക്കെ കുറവുള്ള ഒരു ഇടമാണ് മുഅത്തത്ത്. ആ മുഅത്തത്ത് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയാൽ നീ കൂടുതൽ സുജൂദ് ചെയ്യണം. ആ ഭൂമി, അവിടുത്തെ ആ ഭൂമിക, അതിന് സുജൂദിന്റെ ഒരു ദാഹമുണ്ട്. സുജൂദ് കിട്ടിയിട്ടില്ല, നീ കൂടുതൽ അവിടെ സുജൂദ് ചെയ്യാൻ ശ്രമിക്കണം എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം ഫസ്തക്സിർ മിനസ്സുജൂദ് ബിഹാ, മറ്റുള്ളവരെ കൊണ്ടും അവിടെ കൂടുതൽ നിസ്കരിപ്പിക്കണം ആ മണ്ണില്. ആ മണ്ണൊന്ന് ബർക്കത്തിലാവട്ടെ. ഇത്തിരി ബർക്കത്ത് കുറഞ്ഞ ഇടം എന്ന പോലെയാണ് ആ പറഞ്ഞതിനർത്ഥം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഏറ്റെടുത്തു നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പിന്നെയും പറഞ്ഞു, സിദ്നി യാ റസൂലല്ലാഹ്, ഒന്നുകൂടി കൂടുതൽ എനിക്ക് ഇനിയും വസിയത്തുകൾ ആവശ്യമുണ്ട്, അങ്ങ് ഇനിയും പറഞ്ഞാലും ഞാനത് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മഹാനായ സ്വഹാബിയോട്, ഉദ്കുറുല്ലാഹ തആല, നീ അവിടെ ചെന്നാൽ കൂടുതൽ റബ്ബിനെ ഓർക്കാനുള്ള കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് നിൽക്കുക. ദിക്റുകളായും സൽക്കർമ്മങ്ങളായും, പ്രത്യേകിച്ച് ദിക്ർ. എന്നാൽ ഏതൊരു കാര്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അങ്ങോട്ട് പോയത്, ആ കാര്യം അള്ളാഹു വിജയിപ്പിച്ചു തരും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് മുഅത്തത്തിന്റെ രണഭൂമിയിൽ വിജയം സുനിശ്ചിതം. അപ്പൊ സുജൂദ് വർദ്ധിപ്പിക്കുക, ദിക്ർ വർദ്ധിപ്പിക്കുക. മുഅത്തത്തിലേക്ക് പോകാൻ നിൽക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു സന്തോഷത്തോടു കൂടെ അവിടെ നിന്ന് തിരിച്ചു. കുറച്ചങ്ങോട്ട് ചെന്നിട്ട് മഹാനവറുകൾ വീണ്ടും തിരിച്ചു വന്നു. ഞാൻ ദിക്റുകളും സ്വലാത്തുകളും ഖുർആൻ പാരായണവും സുജൂദും ഒക്കെ ഞാൻ ചെയ്തോളാം, എന്നാലും എനിക്ക് അവിടെ സമയമുണ്ടാവും. നബിയെ, ഇനിയും എനിക്ക് കൂടുതൽ ചെയ്യണം. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, എന്നാൽ മോനെ, നീ അള്ളാഹുവിനെ ഓർക്കാനുള്ള ദിക്റുകളിൽ റബ്ബിന്റെ തൗഹീദിലേക്ക് നിന്റെ മനസ്സ് പോവാൻ, അള്ളാഹ്ക്ക് മാത്രമേ അത് കഴിയൂ, അള്ളാഹ് നിന്നെ കൊണ്ടേ കഴിയൂ എന്ന് അള്ളാഹുവിൽ മാത്രം നിന്റെ മനസ്സ് തറപ്പിച്ചു പോകുന്ന രീതിയിലുള്ള ഓർമ്മകൾ കൊണ്ടെടുക്കാം. അങ്ങനെ ഇലാഹി സ്മരണയുടെ, അള്ളാഹുവിന്റെ തൗഹീദിന്റെ ഏറ്റവും അകക്കാമ്പിലേക്ക് ഹൃദയത്തെ ഇറക്കി വെച്ചിട്ടുള്ള ഇലാഹി സ്മരണയില്, ഒരു ധ്യാനത്തില് ഇങ്ങനെ തന്നെ ഇരുന്നു കൊണ്ട് അള്ളാഹിനെ ചിന്തിച്ചും ഓർത്തും ഒക്കെ അവിടുത്തെ സമയത്തെ ചെലവഴിയാം. ഏറ്റവും വലിയൊരു ഇബാദത്താണ്. തനിച്ചിരുന്ന് ഇങ്ങനെ അള്ളാഹിനെ കുറിച്ച്, അള്ളാഹ് ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ച് ഇങ്ങനെ ഓർത്ത് ഏറ്റവും വലിയ ഇബാദത്ത് അതാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് കാണാൻ കഴിയും. നമ്മൾ സാധാരണ ചെയ്യുന്ന അമലുകളിലൊക്കെ ഈ ഓർക്കൽ കൂടി വരുമ്പോഴാണ് ആ അമലിന് അതിൻ്റെതായ ഒരു മഹത്വം ഉണ്ടാവുക. ഉദാഹരണം നിസ്കാരം. നിസ്കാരത്തിൽ ഖൽബ് അള്ളാഹുവിന്റെ അടുക്ക് വിടാതെ ശരീരത്തിന്റെ പ്രകടനങ്ങൾ മാത്രം നിസ്കാരത്തെ ആധാരമാക്കിയാൽ നിസ്കാരം കൊണ്ട് ഫലമില്ല. ഫവൈലുൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നിസ്കാരത്തിൽ മനസ്സ് വേറെ എവിടെയോ സഞ്ചരിക്കുന്നു. അതേത് അമലിലും അങ്ങനെയാണ്. ഹൃദയ സാന്നിധ്യം നിർബന്ധമാണ്. അങ്ങനെ ഹൃദയ സാന്നിധ്യം അള്ളാഹു എന്ന വിചാരത്തിൽ നിലനിർത്തിക്കൊണ്ട് നിനക്ക് ഒരു സുബ്ഹാനല്ലാഹ് പറയാൻ കഴിഞ്ഞാൽ അതിലിങ്ങനെ ഏകാഗ്രതയിലേക്ക് നിന്റെ മനസ്സിനെ പിടിച്ചു കെട്ടാൻ കഴിയണം. അതാണ് കൂടുതലായി നിന്നോട് പറയാനുള്ളത്. പിന്നെ പറഞ്ഞു, നബിയെ, ഇത് പോരാ, ഇനിയും വേണം. അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ലാ തഅജിസന്നാ ലാ തഅജിസന്നാ ലാ തഅജിസന്നാ ഇൻ അസഅത അശ്റൻ തുഹ്സിന വാഹിദാ. ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിച്ചാൽ അതിന്റെ പേരിലെല്ലാം പോയി, ഇനി ഞാൻ നന്നാവൂലെന്ന് ചിന്തിക്കല്ലേ. 10 പ്രാവശ്യം അബദ്ധം പറ്റിയാലും ഒറ്റ പ്രാവശ്യം ഒരു നന്മ ചെയ്യലുകൊണ്ട് 10 പ്രാവശ്യത്തെ അബദ്ധത്തെ തിരുത്താൻ എനിക്ക് കഴിയുമെന്ന ആത്മവിശ്വാസം എപ്പോഴും വേണേ സയ്യിദുനാ റസൂലുള്ളാഹി. ചില ആളുകൾക്കൊരു തോന്നലുണ്ട്, ഞാൻ ഒരിക്കലും നന്നാവൂല. അങ്ങനെ ഒരു തോന്നലുണ്ട്.
അങ്ങനെയല്ല 10 വട്ടം നിനക്ക് തെറ്റ് പറ്റിയാലും പടച്ചോനെ ഞാനൊരു നല്ല കാര്യം ചെയ്യാൻ പോവാം. ആ 10 വട്ടം എനിക്ക് പറ്റിയ തെറ്റിനെ തിരുത്താൻ നന്മയ്ക്ക് 10 ഇരട്ടി കൂലിയല്ലേ? ഒറ്റ നന്മ കൊണ്ട് എനിക്ക് കഴിയണം, എനിക്കത് കഴിയും. എന്റെ പാപം പൊറുപ്പിക്കാൻ ഞാൻ റബ്ബ് ഇഷ്ടപ്പെട്ട ഒരു അമല് ചെയ്യാൻ തീരുമാനിച്ചു എന്ന പ്രതിജ്ഞയിൽ തെറ്റ് സംഭവിച്ചതിന് പകരം അല്ലാ ഞാനൊന്ന് നല്ലത് ചെയ്യാണ്. യമാമ യുദ്ധത്തിൽ വെച്ചുകൊണ്ട് മഹാനായ വഹ്ശ് ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു മുസൈലിമത്തുൽ കദ്ദാബിനെ കൊല്ലുന്നുണ്ട്. ആരാ? വഹ്ശി. ഉഹദിലെ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന ആളാണ്. അന്ന് മറുപക്ഷത്തായിരുന്നു വഹ്ശി. ഉഹദ് കഴിഞ്ഞ് ഇസ്ലാമിക ആശ്ലേഷണം ഉണ്ടായി, വഹ്ശി മുസ്ലിമായി. ഇബ്നു ഹിബ്ബാന്റെ സ്വഹീഹിലുണ്ട്, മുത്തുനബി പറയാറുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ മുന്നിലേക്ക് വരല്ലേ വഹ്ശി, നിന്നെ കാണുമ്പോൾ എനിക്ക് ഹംസയെ ഓർമ്മ വരുന്നു എന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും നബിയെ വേദനിപ്പിച്ച ഒരു വലിയ കൊലപാതകമായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹു വഹ്ശി കൊന്നത്. ആ വഹ്ശി മുസ്ലിമായി. വഹ്ശി മുസ്ലിമായ ശേഷം വഹ്ശി യമാമ യുദ്ധത്തില് മഹാനവറുകള് സ്വഹാബിയാണല്ലോ, കള്ളപ്രവാചകനായ മുസൈലിമത്തുൽ കദ്ദാബിനെ ഇടത്തെ കൈയിന് കൊല്ലാം, ഇടത്തെ കൈ കൊണ്ടാ കൊല്ലാം. എന്നിട്ട് പറയും, വലത്തെ കൈക്ക് ഞാൻ ഹംസയെ കൊന്നതിന്റെ പ്രായച്ചിത്തം ഞാൻ എന്റെ ഇടത്തെ കൈ കൊണ്ട് വഹ്ശിയെ കൊന്ന് തീർത്തു എന്ന് പറയുമായിരുന്നു. ഞാൻ ഇന്ന് കുറെ തെറ്റൊക്കെ ചെയ്തതല്ലേ പടച്ചോനെ, എന്തെങ്കിലും ആവട്ടെന്നൊരു നല്ല കാര്യം ചെയ്യാൻ അങ്ങനെ തീരുമാനിച്ചു. അത് ഫർളായതല്ല, ഒരാളെ സഹായിച്ചതായിരിക്കാം. അങ്ങനെ ഒരു നന്മയെ ഒരെണ്ണാണെന്ന് വെച്ച് നീ ചെറുതായി കാണേണ്ട. തിന്മ 10 ചെയ്താലും ഒരു നന്മ കൊണ്ട് അതിനെ തിരുത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസം അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിനക്കുണ്ടാവണം എന്നത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിക്ക് കൊടുത്ത ഉപദേശം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ ജീവിതത്തിൽ സൂക്ഷിച്ച് ജീവിക്കാൻ, അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കാൻ ഒരു വലിയ പ്രയാസം തന്നെയാണ്. അത് നമുക്ക് ഓർമ്മ വെച്ച നമ്മുടെ പ്രായപൂർത്തിയുടെ തല മുതൽക്ക് മരണം വരെ അതൊരു യുദ്ധം പോലെ നമ്മുടെ ശരീരത്തോട് അല്ലെങ്കിൽ നമ്മുടെ താല്പര്യങ്ങളോട് നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ട ഒരു കാര്യമാണ്. അതിനെ ഏറ്റവും വലിയ ഇബാദത്ത് എന്ന് പറയാം. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 6 കാര്യങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കായി ഞാൻ ഒരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ട്. മുത്തുനബി ഏറ്റെടുത്ത ആ ഒരു കാര്യം സ്വർഗമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പകരം നിങ്ങൾ 6 കാര്യം എനിക്ക് ചെയ്തങ്ങ് തന്നാ മതി. എനിക്ക് വേണ്ടി നിങ്ങൾ 6 കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വർഗം കൊണ്ട് ഉറപ്പ് പറയാമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി തഖബ്ബലൂ ലീ സിത്താ അതഖബ്ബലു ലക്കുമുൽ ജന്നാ. എനിക്ക് വേണ്ടി 6 കാര്യങ്ങളെ നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങൾക്കായി ഞാൻ സ്വർഗം ഉറപ്പ് തരാമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒന്നാമത്തേത് നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇദാ ഹദ്ദസ്തും ഫലാ തുകല്ലിബൂ. നിങ്ങൾ വർത്തമാനം പറയുമ്പോ കളവ് പറയാതെ സൂക്ഷിക്കണേ. ഒന്നാമത് ഏറ്റെടുക്കേണ്ട കാര്യം അതാണ്. ഒന്നാമത് ഏറ്റെടുക്കേണ്ട കാര്യം അതാണ്. നിങ്ങൾ സംസാരിക്കുമ്പോ കളവ് പറയാതെ സൂക്ഷിക്കണേ. എനിക്ക് വേണ്ടി നിങ്ങൾ അത് ചെയ്യണേ. നിങ്ങൾക്ക് സ്വർഗം ഞാൻ മേടിച്ചു തരാം. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത് പറഞ്ഞു, വഇദാ വഅദ്തും ഫലാ തുഖ്ലിഫൂ. എത്ര ചെറുതാണെങ്കിലും നിങ്ങൾ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിക്കണേ. എന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം വാങ്ങിത്തരാം. നിങ്ങൾ വാഗ്ദാനം ചെയ്ത കാര്യത്തിൽ ലംഘനം നടത്തല്ലേ. വാക്ക് പറഞ്ഞാൽ പാലിക്കണേ. രണ്ടാമത്തേതാ, അത് ഏറ്റെടുത്താൽ ഞാൻ നിങ്ങൾക്കായി സ്വർഗം ഏറ്റെടുക്കാമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഇദതുമിൻതും ഫലാ തഖൂനു. നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ചതിൽ, നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളോട് പറഞ്ഞതിൽ നിങ്ങൾ വഞ്ചന കാണിക്കല്ലേ. എന്നാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം കൊണ്ട് ഉറപ്പ് പറയുന്നു സയ്യിദുനാ റസൂലുള്ളാഹി. എത്രണ്ണം പറഞ്ഞു? 3. നാലാമത് പറഞ്ഞു, വഗല്ലൂ അബ്സ്വാറക്കും. എവിടേക്ക് തിരിഞ്ഞാലും ഹറാമിന്റെ കാഴ്ചയാ. ഹറാം കാണാൻ എന്റെ കണ്ണ് പോവൂല. ഞാനത് ഉറപ്പ് പറയാം നബിയെ. എന്നാൽ നിനക്ക് ഞാൻ സ്വർഗം ഉറപ്പ് പറയുന്നു സയ്യിദുനാ റസൂലുള്ളാഹി.
കണ്ണുകൊണ്ട് ഹറാമ് കാണാതെ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയുമെന്നത് മുത്തുനബിക്ക് വാക്ക് പറഞ്ഞാൽ, മുത്തുനബിയോട് വാക്ക് കൊടുത്താൽ അവിടുന്ന് സ്വർഗം കൊണ്ട് നമ്മോട് വാക്ക് പറയുകയാണ്. അഞ്ചാമത് പറഞ്ഞു, മുഹ്ഫളൂ ഫുറൂജക്കും, നിങ്ങളുടെ ലൈംഗിക അവയവങ്ങൾ കൊണ്ട് നിങ്ങൾ തെറ്റ് ചെയ്യില്ലെന്ന് നിങ്ങൾ ഉറപ്പ് പറയുന്നുവോ, എന്നാൽ സ്വർഗം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വാക്ക് പറയുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി ഇമാം ഹാക്കിമിന്റെ മുസ്തദറക്കിലെ ഹദീസ് കാണാം. ആറാമത്തേത് കുഫൂ ഐദീകും വഅർജുലകും അനിൽ ഹറാം, കയ്യും കാലും നാവും കണ്ണും മൂക്കുമെല്ലാ അവയവങ്ങളും ഹറാമുമായി ബന്ധപ്പെടില്ലെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ, എന്നോട് ഉറപ്പ് പറയാൻ ആർക്ക് കഴിയുന്നുവോ അവർക്ക് ഞാൻ സ്വർഗം കൊണ്ട് ഉറപ്പ് പറയുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിന്റെ സൂക്ഷ്മതയാണത്. നമുക്കത് ഉറപ്പ് പറയാൻ കഴിഞ്ഞേ പറ്റൂ. റസൂലുള്ളാഹി സ്വർഗം കൊണ്ട് ഉറപ്പ് പറയണം നമ്മോട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ 6 കാര്യങ്ങൾ ഏറ്റെടുത്തോ, 6 കാര്യങ്ങൾ ഏറ്റെടുത്തോ സ്വർഗം കിട്ടും. ഈ 6 കാര്യങ്ങൾ കൊണ്ട് സ്വർഗം കിട്ടുമെന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുന്നുണ്ട്, ഒരു ഹദീസിൽ കാണാം. അള്ളാഹു പറഞ്ഞതായിട്ട് ഒരു ഖുദ്സിയായ ഹദീസാണ്. ഓ എന്റെ പ്രിയപ്പെട്ട അടിമേ, അദ്ദിമഫ്തറദതു അലൈക തകും മിൻ അബദന്നാസ്, ഫർളുകളൊക്കെ പൂർത്തീകരിച്ചോ, വലിയ ഇബാദത്തുകാരനായി ഞാൻ നിങ്ങളെ പരിഗണിക്കാം. അള്ളാഹു പറഞ്ഞേക്കാം, നമ്മോട് പറയാൻ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കാം, മുത്തുനബി പഠിപ്പിക്കാം. ഫർള് എന്ന് തോന്നുന്നതിൽ ഒരു വീഴ്ചയും വരുത്താതെ, പ്രത്യേകിച്ച് നിസ്കാരം, അത് നിങ്ങൾ അങ്ങോട്ട് പൂർത്തീകരിച്ചോ, വലിയ ഇബാദത്തുകാരനാണ് മുപ്പര് എന്ന് നിങ്ങൾക്ക് പദവി, റാങ്ക് ഞാൻ തന്നേക്കാം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ അള്ളാഹ് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം നമ്മെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ഇടപഴകുന്നിടത്തും നമ്മൾ ചെന്ന് നിൽക്കുന്നിടത്തും നമുക്ക് ചെയ്യാൻ പറഞ്ഞ അള്ളാഹ് നിർബന്ധിച്ചത് കുറച്ചേ ഉണ്ടാവുള്ളൂ. ചെയ്യരുത് എന്ന് പറഞ്ഞതായിരിക്കും കൂടുതലുണ്ടാവാം. ചെയ്യരുത് എന്ന് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞു, അള്ളാഹു ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ ഒഴിവാക്കിക്കോ. അങ്ങനെ ഒരു ശീലം നിങ്ങൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സൂക്ഷ്മത ഉള്ള ആളാണ് എന്ന പദവി നിങ്ങൾക്ക് ഞാൻ തന്നേക്കാം. ഇനി നിങ്ങൾക്ക് പണക്കാരനാവണോ? വലിയ വലിയ പണക്കാരുടെ ലിസ്റ്റ് കേരളത്തിലേത് ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വലിയ പണക്കാരനാവണോ? പണം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് ജീവിക്കാൻ ഉള്ള ഒരു കഴിവാണ് പണം. അതൊരു ചമ്മന്തി കൊണ്ടും കുറച്ച് കഞ്ഞിവെള്ളം കൊണ്ടും ഒക്കെ കഴിഞ്ഞു പോയ സമ്പന്നത എന്ന് പറയുന്ന മനസ്സിന്റെ തൃപ്തി ഉണ്ടല്ലോ, അത് പൂർവികർക്ക് എമ്പാടുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കാണ്, സമ്പന്നനെ പോലെ നിങ്ങൾക്ക് കഴിയാം. അതിനെന്ത് ചെയ്താൽ മതി? അള്ളാഹു തന്നതിൽ ഉള്ളത് കൊണ്ട് ഓണം പോലെ ഉള്ളത് തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ റബ്ബ് നമുക്ക് വലിയ സമ്പന്നത നൽകും. എന്ന് പറഞ്ഞാൽ പണം തരുമെന്നല്ല അതിനർത്ഥം. നമുക്ക് പണമുള്ളവൻ ജീവിക്കുന്നതിനേക്കാളും സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയും. ഇത് സൂക്ഷ്മതയുടെ അധ്യായമായി പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു രാജാവിന് എല്ലാ പ്രൗഢിയിലും അലങ്കാരത്തിലും ഒന്നിനോടും തൃപ്തിയില്ലാതെ കഴിഞ്ഞിരുന്ന കാലഘട്ടത്തില് കൊട്ടാരത്തിലെ പണ്ഡിതന്മാർ ആ രാജാവിന്റെ ആ മാനസിക വിഭ്രാന്തിക്ക് പരിഹാരം പറഞ്ഞത്, രാജാവേ, അങ്ങക്ക് ഈ പ്രശ്നം എന്ത് കണ്ടാലും എന്ത് കിട്ടിയാലും അതിനോടൊന്നും ഒരു തൃപ്തിയില്ല, അതിന്റെ മുകളിലുള്ളത് അതിനേക്കാൾ നല്ലത്. അങ്ങനെയുണ്ട്, നമുക്കും ഉണ്ടാവാറുണ്ട്. ഒരു വസ്ത്രം വാങ്ങി ആയിരക്കണക്കിന് രൂപ മുടക്കി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുപാട് പൈസ മുടക്കി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു, അതിനോടൊരു താല്പര്യമല്ല, നമുക്ക് അതിനെ അപ്പുറത്തേക്ക് കടക്കണം എന്ന് അങ്ങനെ ചിന്തിക്കാം. രാജാവ് അങ്ങനെയായിരുന്നു. പണ്ഡിതന്മാർ അവർക്ക് നന്നാവാൻ വേണ്ടി, മനസ്സിന് ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പരിഹാരം പറഞ്ഞു കൊടുത്തു. രാജാവേ, എല്ലാത്തിലും തൃപ്തിയുള്ള ഒരാൾ നമ്മുടെ നാട്ടിലുണ്ട്, എന്ത് കിട്ടിയാലും അത് മതി മൂപ്പർക്ക്. അയാൾ ഇട്ടിരിക്കുന്ന ഉടുപ്പ് ഒരു ദിവസം വാങ്ങി രാജാവ് അങ്ങ് ഇടാം, ഒരു ദിവസം ഇടണം. എന്നാൽ അങ്ങേക്ക് ഈ മനസ്സിന്റെ പ്രശ്നങ്ങൾ മാറിക്കിട്ടും, അങ്ങയുടെ പ്രശ്നം മാറും. ഒരു ദിവസം അയാൾ ധരിച്ച വസ്ത്രങ്ങൾ വാങ്ങി ധരിച്ചാൽ മതി. എല്ലാത്തിനോടും തൃപ്തിയുള്ള ഒരാൾ ആരാണ് എന്ന് അന്വേഷിച്ചിറങ്ങിയപ്പോ ആ നാട്ടിലെ ഏറ്റവും വലിയ ഫഖീറായ ഒരു ദരിദ്രൻ, ഒരു യാചകൻ അയാളെ കണ്ടു.
അയാളെ കണ്ടിട്ട് അയാളുടെ കീറിയ ആ വസ്ത്രം വാങ്ങിയിട്ട് രാജാവ് വാങ്ങി ധരിച്ചു എന്നാ. ഈ വസ്ത്രത്തിലും അയാൾ സമാധാനത്തോടു കൂടെ കഴിയുന്നുവെങ്കിൽ ഇത്രയൊക്കെ ഉണ്ടായിട്ട് എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന ഒരു ആത്മീയ ചിന്ത രാജാവിൽ വന്നത് ആ ഒരു തന്ത്രത്തിലൂടെയാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ നമ്മൾ രക്ഷപ്പെടണം. ഇവിടെയും രക്ഷപ്പെടണം, അവിടെയും രക്ഷപ്പെടണം. ഇവിടെയും അവിടെയും രക്ഷപ്പെടാണെങ്കിൽ 5 കാര്യങ്ങളുണ്ട്. ഇവിടെയും അവിടെയും രക്ഷപ്പെടണം. വിജയ പരാജയം സംഭവിക്കാം 5 കാര്യങ്ങള് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു മനുഷ്യനിൽ വിജയം ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നു 5 അടയാളങ്ങളുണ്ട്. ഒന്നാമത്തേത് അൽ യഖീനു ഫിൽ ഖൽബ്, മനസ്സിൽ തട്ടിയിട്ടുള്ള ഒരു ഈമാൻ ഉണ്ടല്ലോ, ഒരു ഉറപ്പുള്ള ബലമുള്ള ഈമാൻ. ബലമുള്ള ഈമാൻ അതെങ്ങനെയാ? ഒരു കാര്യത്തിൽ നമ്മൾ തീരുമാനിക്കുകയാണ്, ഇനിയിപ്പോ അത് വേണോ വേണ്ടയോ, അത് എന്നാ വേണം താനും, എന്നാ അത് പോയ എന്താവും, പേടിയാ. അങ്ങനെ നമ്മൾ അങ്ങും ഇങ്ങും മനസ്സ് കിടന്ന് ചാഞ്ചാടുന്നോട് നമ്മളൊരു തീരുമാനം എടുക്കും. 2 റക്അത്താണ്ട് നിസ്കരിക്കുക, ഒരു ഇസ്തിഖാറ ചെയ്യുക, പടച്ചോനെ ഏൽപ്പിക്കുക. ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചതല്ല, അതിനങ്ങ് പോവാൻ തീരുമാനിച്ചു. നീ എന്നെ സഹായിക്കണേ, നീ എന്നെ സഹായിക്കണേ എന്നുള്ളതിലാണ് നമ്മൾ മനസ്സിനെ കെട്ടിയിട്ടിരിക്കുന്നത്. നീ എന്നെ സഹായിക്കണേ, യഖീൻ എന്ന് പറയാതെ നീ എന്നെ സഹായിക്കണേ അല്ലാ, ഞാൻ അങ്ങോട്ട് ഇറങ്ങാണ്, ഒന്നും എന്റെ കയ്യിലില്ല, നീ തന്നാലേ ഉണ്ടാവും. നീ എന്നെ സഹായിക്കണേ അല്ലാ എന്ന് പറഞ്ഞ തീരുമാനത്തെ ഉറപ്പിച്ചുകൊണ്ട് ഒരാള് അങ്ങോട്ട് ഇറങ്ങി. ആ ഇറങ്ങിയതിൽ അവന് ഉറപ്പുണ്ട്, അവന്റെ റബ്ബ് അവനെ കൈവിടൂല. എന്റെ അടിമ എന്നെ എവിടെ വിചാരിച്ചു അവിടെ ഞാൻ ഉണ്ടെന്ന അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹിനെ കുറിച്ച് എവിടെയാണ് വിചാരിച്ച അവിടെ അള്ളാഹ് ഉണ്ടെന്ന. ഞാൻ ഈ പ്രശ്നത്തിൽ നിന്ന് കയറി വരും. എന്നോട് ഇന്നലെ ഒരു സഹോദരൻ പറഞ്ഞു, 10-30 വർഷത്തെ പ്രവാസ കാലഘട്ടത്തിൽ അദ്ദേഹം ഏറ്റവും എന്നും ഓർക്കുന്നത്, അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ കമ്പനിയിൽ പോലും അദ്ദേഹത്തിന് ഉടമസ്ഥത ഉണ്ടായിട്ടും അവിടെ ഒന്നും കിട്ടാത്തൊരു തൃപ്തി അദ്ദേഹത്തിന് ഉണ്ടായത്, അല്ലെങ്കിൽ അദ്ദേഹം എന്നും ഓർക്കുന്നത് ആദ്യത്തെ ഒരു വർഷത്തെയാണ്. പ്രവാസി സഹോദരൻ പറയാം, ആ ആദ്യത്തെ ഒരു വർഷത്തിൽ ഞാൻ AC ഇല്ലാത്ത റൂമിൽ കിടക്കുമ്പോ തോർത്ത് നനച്ച് ശരീരത്തിൽ വെച്ച് കെട്ടിയാ ഞാൻ കിടന്നത്. അത്രയും ഞാൻ സഹിച്ചിട്ടുണ്ട്. എനിക്ക് ആ ഓർമ്മ ഒരു സുഖ മനസ്സിന് അവിടം കൊണ്ട് തുടങ്ങിയതാ. ഞാൻ അന്ന് കരയാത്തൊരൊറ്റ ദിവസമല്ല, ഞാൻ അന്ന് ദുആ ചെയ്യാത്ത ഒറ്റ ദിവസമല്ല. അതുകൊണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ആ ദിവസങ്ങളായിരുന്നു. എന്റെ റബ്ബിനെ വിളിച്ചെനിക്ക് കരയാൻ പറ്റിയില്ലേ, എന്റെ റബ്ബിനോട് എനിക്ക് ചോദിക്കാൻ കഴിഞ്ഞില്ലേ, എന്റെ റബ്ബിനോട് ഒരു ഇഷ്ടം എനിക്ക് തോന്നിയില്ലേ, എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാൻ അന്ന് ചോദിച്ചതൊന്നും പാഴാവില്ല എന്ന്. ഇന്ന് ഞാൻ ഇവിടെ എത്തിയത് ആ ഒരു വർഷത്തിന്റെ ഒരു കരച്ചിലാണെന്ന് ആ സഹോദരൻ പറയാം. അതിനാ യഖീൻ എന്ന് പറയാം. എന്റെ റബ്ബെന്നെ വിടൂല, എന്റെ റബ്ബെന്നെ രക്ഷപ്പെടുത്തും, എന്റെ റബ്ബ് എന്നെ രക്ഷപ്പെടുത്തും. ഈ യഖീൻ മനസ്സിലുണ്ടോ? എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പേടിക്കേണ്ടതില്ല, നമുക്ക് വിജയിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തേത് വൽവറഉ ഫിദ്ദീൻ, ദീനിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു സൂക്ഷ്മത വേണമെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ കാര്യം ചെയ്താൽ അത് തെറ്റാകുമോ ഇല്ലയോ എന്ന് സംശയമുള്ളോടത്ത് തെറ്റാകുമോ ഇല്ലയോ എന്ന് സംശയിക്കുന്നത് ഒഴിവാക്കണം. സംശയിച്ചത് ഒഴിവാക്കണം. തെറ്റാണെന്ന് ഉറപ്പുള്ളത് എന്തായാലും ഒഴിവാക്കണം. ഈ ഒരു അവസ്ഥയുണ്ട് എങ്കിൽ അത് വിജയത്തിന്റെ അടയാളമാ. മൂന്നാമത് പറഞ്ഞു വസ്സുഹുദു ഫിദ്ദുനിയാ, ഉള്ളത് കൊണ്ട് കഴിയാൻ പഠിച്ചു കഴിഞ്ഞാൽ, ദുനിയവിയായ മോഹങ്ങളുടെ പിന്നാലെ പോകുന്നവരാ നമ്മളൊക്കെ. എന്നാൽ നമ്മുടെ മനസ്സിനെ ഒന്ന് പഠിപ്പിച്ചു വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഇത് മതി, ഇതിനിപ്പോ എന്താ കുഴപ്പം? അങ്ങനെ ഒരു തൃപ്തി നമ്മൾ ഉപയോഗിക്കുന്ന നിത്യ ഉപയോഗ സാധനങ്ങളിൽ, നമ്മൾ പെരുമാറുന്ന നിത്യമായി പെരുമാറുന്ന ഇടങ്ങളിൽ ഇപ്പൊ ഇതിനെന്താ കുഴപ്പം? ആ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് വല്ലാതെ മോഹങ്ങളുടെ പിന്നാലെ പോവാതെ പിടിച്ചു നിൽക്കാൻ കഴിയാ എന്നതൊരു വിജയിയുടെ അടയാളമാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. പിന്നെ പറഞ്ഞു, അപ്പൊ ഒന്ന് ഹൃദയത്തിൽ യഖീൻ ഉണ്ടാവാ, 2 ജീവിതത്തിൽ സൂക്ഷ്മത ഉണ്ടാവാ, 3 അള്ളാഹു തന്നതിൽ തൃപ്തി ഉണ്ടാകാ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ, 4 നമ്മുടെ കണ്ണിന് ലജ്ജ വേണം, കണ്ണിനൊരു ലജ്ജ വേണം. ആവശ്യമില്ലാത്തതിലേക്കൊന്നും നോക്കൂല, കണ്ണിന് ഒരു ലജ്ജ വേണം. ആ ലജ്ജ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം.
വൽ ഖശിയത്തു ഫിൽ ബദനി, അഞ്ചാമത്തേത് ശരീരത്തെക്കുറിച്ചൊരു പേടി വേണം. ഇതിൽ എന്തെങ്കിലും അപകടം വരാനുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ അപകടം നരക. ഈ ശരീരത്തെക്കുറിച്ചൊരു പേടി ഉണ്ടാവണം. പടച്ചോനെ, ഇത് അങ്ങോട്ട് പോവേണ്ടതാവോ, എങ്ങോട്ട്? നരകത്തിലേക്ക്. ഈ ഒരു സൂക്ഷ്മതാ ബോധം ഉണ്ടല്ലോ, അതൊരു മനുഷ്യന്റെ വിജയത്തിന്റെ അടയാളമാണ്. അതുപോലെ തന്നെ പരാജയത്തിന്റെ അടയാളവും മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് കാഠിന്യത വരും. ഒരു കുലുക്കോല, എങ്ങനെ കുലുക്കോലാത്ത 5 മണിക്ക് അവൻ എഴുന്നേൽക്കും, എന്നിട്ട് സുബഹി നിസ്കരിക്കൂല, നടക്കാൻ പോകും. അല്ലെങ്കിലോ തത്തുല്യമായ രീതിയിൽ ഒരു നന്മ ചെയ്യാൻ അവസരം ഉണ്ടായിട്ട് പോട്ടെ, ഇപ്പൊ അതിന് നേരമില്ല. ഒരു നന്മ ചെയ്യാൻ അവസരം ഉണ്ടായിട്ട് അത് ഉപയോഗിക്കാതെ മനഃപൂർവ്വം ഒഴിവാക്കുക എന്നതിനെയാണ് ഖസ്വത്തുൽ ഖൽബ്, ഹൃദയത്തിന്റെ കാഠിന്യത എന്ന് പറയുന്നത്. അത് മനുഷ്യന്മാർക്കുണ്ടാവും. അത് വന്നു കഴിഞ്ഞാൽ നരക. അത് വന്നാൽ നരക. അപ്പൊ ഒരു ഉദാഹരണം പറയാം. നമുക്ക് ഒതു എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഖിബല കിട്ടുമെന്നൊരു ഖിബല കിട്ടുന്ന ഒരു ഭാഗമുണ്ട്, അവിടെ ഒതു എടുക്കാം. ഒതു എടുക്കാൻ നിന്നാൽ ഖിബല നഷ്ടപ്പെടും, ആ സുന്നത്ത് നഷ്ടപ്പെടുമെന്നൊരു ഭാഗമുണ്ട്. രണ്ടും ഒരുപോലെ, ഒരേ സൗകര്യം. നമുക്ക് സ്വാഭാവികമായും ഒന്ന് വെയിറ്റ് ചെയ്താൽ ഖിബല കിട്ടുന്ന രീതിയിൽ ഒതു എടുക്കാൻ പറ്റുമെങ്കിൽ ആ അവസരത്തെ ഉപയോഗപ്പെടുത്തണം. അങ്ങനെ ഉപയോഗിക്കാൻ കഴിയുന്നില്ല, ഇപ്പൊ എന്തിനാവട്ടെ, ഇപ്പൊ ഒതു എടുത്താൽ പോരെ എന്ന് ഓർത്താൽ അങ്ങോട്ട് ഒഴിവാക്കി പോവാ. ആ സുന്നത്തിനെ അവഗണിക്കുക. അത് ഹൃദയത്തിന്റെ കാഠിന്യത. അങ്ങനെയുള്ളവർക്ക് സ്വർഗത്തിൽ പോലും പ്രയാസ. ഒരു മനുഷ്യന്റെ ഹൃദയത്തെ കാഠിന്യമായ അവസ്ഥയിൽ നിന്നും ഒഴിവാക്കണമെങ്കിൽ സുന്നത്തുകൾ ചെയ്യാൻ കിട്ടുന്ന സാഹചര്യങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തില്ല. കാഠിന്യത ഉള്ള മനസ്സിലേക്ക് ഈമാൻ കയറൂല. കാഠിന്യത ഉള്ള മനസ്സിലേക്ക് ഈമാൻ കയറൂല. ഹറാമുകൾ വർദ്ധിച്ച ഒരാളുടെ ജീവിതത്തിൽ ഹറാമുകൾ കൂടുതലാണ്, അവന്റെ ഹൃദയത്തിലും കാഠിന്യത തന്നെയാണ്. ഹറാമ് കൂടുതൽ വരുന്തോറും ഹൃദയത്തിൽ കാഠിന്യത ഉണ്ടാകുമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൃദയത്തിന് കാഠിന്യത ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ നരകത്തിനുള്ളവരാ. ഹൃദയം കല്ലിനേക്കാൾ കടുപ്പം, കല്ലിനേക്കാൾ കടുപ്പം. നമ്മുടെ മനസ്സ് കല്ലിനേക്കാൾ കടുപ്പം എപ്പോഴാണെന്നറിയോ? ഒരു കുലുക്കുണ്ടാവില്ല. ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ നമുക്കത് ബാധിക്കില്ല. ഒരു ഹറാമ് നമ്മുടെ ഹൃദയത്തിൽ ജീവിതത്തിൽ വരുമ്പോൾ ഒരു കറുത്ത അടയാളം വന്ന് കൽബിലേക്ക് അങ്ങ് കയറും. രണ്ടാമത്തെ ഹറാമ് വരുമ്പോൾ കറുപ്പ് ഇളം കറുപ്പാണെങ്കിൽ അത് കടും കറുപ്പാവും. അങ്ങനെ കറുത്ത് ഇരുണ്ട് കരിവാളിച്ച് കിടക്കും. അതിലേക്ക് ഈമാൻ അങ്ങ് വെച്ച് തേച്ച് പിടിപ്പിച്ചാൽ ഇരിക്കൂല. നമ്മുടെ വീട് പെയിന്റ് അടിക്കാൻ വരുന്ന ആളുകൾ മുഷിഞ്ഞ് പായല് കയറി നിൽക്കുന്ന ഭാഗം അടിച്ച് ക്ലീൻ ചെയ്തിട്ടാ പെയിന്റ് അടിക്കും. ഈ നിറവും ആ വെളിച്ചവും ഹൃദയത്തിന് കൊടുക്കുന്നത് ഈമാൻ എന്ന പെയിന്റാ. അതിനത് പായല് പിടിച്ചിരിക്കുക. പായല് ഹറാമ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ വരാം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിൽ കറുത്ത പുള്ളി വന്ന് അടയാളം തീർത്ത് എന്ന് ഖുർആൻ. മൂമിൻ ഒരു ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ ഒരു കറുത്ത പുള്ളിയാ വരാ. അങ്ങനെയെങ്കിൽ ഒരുപാട് കറുത്ത പുള്ളികൾ കരിവാളിപ്പിച്ച് കളഞ്ഞ ഹൃദയം നമ്മുടേത്. ആ ഹൃദയം ഒരു മരണവാർത്ത കേട്ടാൽ പിടക്കില്ല. പിടയ്ക്കുന്ന ഹൃദയമുണ്ട്. അല്ലാന്ന് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഞാൻ പലപ്പോഴും അങ്ങനെ അല്ലാന്ന് പറയുന്നതിന്റെ കൂടെ കരഞ്ഞു പോകുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അവരുമായുള്ള ഏകാന്തത, അവരുടെ രാവുകൾ അല്ലാന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് കരഞ്ഞു പോകുന്ന മഹാന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്കൊക്കെ സുപരിചിതനായ സംഗീതങ്ങളെ അതിൽപ്പെട്ട ഒരു മഹാനാണ്. പലപ്പോഴും രാത്രിയിൽ ഏറെ വൈകിയ യാത്രകൾ ഒരുമിച്ച് ഞങ്ങൾക്ക് ഒരുപോലെ കിട്ടിയിട്ടുണ്ട്. ഒരു വാഹനത്തിൽ ഞാനും തങ്ങളും മാത്രമായിട്ട് യാത്ര ചെയ്ത സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അള്ളാനെ പറഞ്ഞപ്പോ കരഞ്ഞതായി ഞാൻ ഓർക്കുന്നുണ്ട്. എന്റെ റബ്ബ് എനിക്ക് അത്ര അനുഗ്രഹം ചെയ്തല്ലോ എന്ന് പറഞ്ഞു തീരുന്നതിന് ഒരൊറ്റ കരച്ചില. അത് കറയില്ലാത്ത മനസ്സിനത് പോരും. അവന്റെ മനസ്സിന്റെ കറുപ്പാണത്. അവന്റെ ഉള്ളും പുറവും കറുപ്പാണെന്നൊക്കെ പറയാറുണ്ട്. ഈമാൻ കയറാത്ത മനസ്സാ കറുത്ത മനസ്സ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة وإن من الحجارة لما يتفجر منه الأنهار وإن منها لما يشقق فيخرج منه الماء وإن منها لما يهبط من خشية الله وما الله بغافل عما تعملون. البقرة. കല്ലുകളിൽ ചില കല്ലുണ്ട്. നമ്മുടെ ഹൃദയം കല്ലിനേക്കാളും കടുപ്പമായി കഴിഞ്ഞാൽ ഖുർആൻ പറയാ കല്ല് പൊട്ടി വെള്ളം വരുന്ന ചില കല്ലുകളുണ്ട്.
നമ്മുടെ ഹൃദയം അങ്ങ് പൊട്ടിയാൽ വെള്ളമായി ഒഴുകേണ്ടത് കണ്ണിങ്ങനെ ഊർന്ന് ഇറങ്ങണം. ഹൃദയത്തിന് കടുപ്പം വന്നാൽ അള്ളാന്റെ ഹബീബ് വേഗം കരയുന്ന ആളായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി. വേഗം കരച്ചിൽ വരാ. അത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം വാങ്ങിത്തരാൻ ഭർത്താവ് മടി കാണിക്കുമ്പോൾ അല്ല, വേഗം കരച്ചിൽ വരുന്നത് ഒരാളൊരു വിഷമം പറയുമ്പോ വേഗം കരച്ചിൽ നമുക്ക് വരും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വഹാബിയുടെ കഥ കേൾക്കുമ്പോ വേഗം കരച്ചിൽ വരുന്ന ഒരു മനസ്സാണ് നമുക്കുള്ളത് എങ്കിൽ ആ മനസ്സിൽ ഈമാനുണ്ട്. ഈമാനുള്ള മനസ്സിനെ തിരിച്ചറിയാൻ കഴിയും. വേഗം കരച്ചിൽ വരും. അത് ഉള്ളുകൊണ്ട് തട്ടാൻ, ഉള്ളുകൊണ്ട് നമുക്ക് അറിയാൻ നമ്മുടെ കൽബിന് കഴിവില്ലാതെ പോകുന്നു. ഫലസ്തീനിലെ പിഞ്ചു മക്കളെ പിച്ച് ചീന്തുന്ന ആ ചിത്രങ്ങൾ പത്രങ്ങളിൽ ഇങ്ങനെ അച്ചടിച്ചു വന്ന് മീഡിയകൾ ആഘോഷിച്ചു കൊണ്ടിരിക്കാം. വാർത്തക്ക് പന്നമില്ല. ഏതെങ്കിലും ഒരു വെബ്സൈറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇടമോ ഈ വാർത്തയെ ശേഖരിക്കാൻ താവളമായി കണ്ടെത്തിയാൽ ആ വാർത്തകൾ കൊണ്ട് തന്നെ പേജുകൾ നിറയ്ക്കാൻ കഴിയുന്നു. ചാനൽ ചർച്ചകളുടെ മണിക്കൂറുകൾ നീട്ടിക്കൊണ്ടുപോവാൻ അതുകൊണ്ട് കഴിയുന്നു. ഒരു പുതിയ കണ്ടന്റ് തേടി വേറെ പോവേണ്ടതില്ല. ഇരുന്നോടത്തുനിന്ന് തന്നെ ഒരുപാട് വാരാനും കോരാനും ഉണ്ട്. അത്രയും വാർത്ത വരുന്നു. മീഡിയകൾ ആഘോഷിക്കുകയാ കണ്ണുനീരിനെ. എന്നാൽ ഒന്ന് പറയട്ടെ, പ്രിയപ്പെട്ട ഫലസ്തീനിലെ ഉമ്മമാര് കലിമ ചൊല്ലിയിട്ട് ഔറത്ത് മറച്ച് ഉളുവോടുകൂടെ കുഞ്ഞുമക്കളെയും ചേർത്ത് പിടിച്ച് കുടശീല പോലെ ദുർബലമായ മേൽക്കൂരയുള്ള അവരുടെ കൊച്ചു കുടിലുകൾക്കകത്തിരുന്നു കൊണ്ട് അള്ളാഹുവിനെ വിളിച്ച് വിക്റ് ചൊല്ലി കലിമ ചൊല്ലി കാത്തിരിക്കാ. എപ്പോഴാണ് അവരുടെ കൂരയുടെ മുകളിലേക്ക് ഒരു മിസൈൽ വന്ന് ചാടാ, ഒരു ബോംബ് വീഴാം. എപ്പോ വന്ന് വീണാലും കൊച്ചുമക്കളെയും കൂട്ടി ഒരുമിച്ച് പോകാമല്ലോ അള്ളാഹുവിന്റെ മുന്നിലേക്ക്. ഈ ഒരു ചിന്തയിൽ കഴിയുന്ന അവരുടെ മുന്നിൽ, ഹൃദയത്തിലേക്ക് അള്ളാഹു എന്ന വിചാരം എന്ന അവരുടെ മുന്നിൽ ഹൃദയത്തിന്റെ കാഠിന്യതയില്ല. ആ കൽബുകൾ വേഗത്തിൽ കരച്ചിലിന് കണ്ണിനെ പ്രാപ്തമാക്കുന്ന കൽബാ. വേഗം വിതുമ്പാൻ ചുണ്ടിനെ പ്രാപ്തമാക്കുന്ന കൽബാ. ആ കൽബ് തെറ്റ് ചെയ്യാത്തവരുടെ കൽബാ. കൊച്ചുമക്കളെ ശകാരിച്ച് അവർ വേഗം കരയും. എന്താ കാരണം? അവര് തെറ്റ് ചെയ്യുന്നവരല്ല, അവർക്ക് കള്ളത്തരമില്ല. കള്ളത്തരമില്ലാത്തവന്റെ കൽബിൽ കറയില്ല. കള്ളത്തരമില്ലാത്തവന്റെ കൽബിൽ കറയില്ല. അതുപോലെ തന്നെ നല്ല നല്ല സ്വാലിഹീങ്ങള് വേഗം കരയും. വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ കരഞ്ഞു പോകും അവര്. മഹാനായ ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കഥ പറയുമ്പോൾ കരഞ്ഞു പോകും. മഹാനവറുകൾ അള്ളാന്റെ ദീനിനു വേണ്ടി അനുഭവിച്ചത് പറയുമ്പോ കരഞ്ഞു പോകും. ആ കരച്ചിൽ താങ്ങാവതല്ല, അത് ഹൃദയം പൊട്ടി കണ്ണിലൂടെ ഒലിക്കുന്നതാണ്. കേട്ടോളൂ, ഒരാള് പരാജയപ്പെടുന്നവനാണ് എങ്കിൽ അവന്റെ കൽബിന് നല്ല കടുപ്പമാ. കണ്ണ് ഒരിക്കലും ഒലിക്കൂല. മാത്രവുമല്ല, രണ്ടാമത്തെ അടയാളം കണ്ണൊലിക്കൂല. മൂന്നാമത്തേത് ഖില്ലത്തുൽ ഹയാ, ലജ്ജയില്ല, ഒരു നാണൂല. അത് ഞാൻ അവിടെ പറഞ്ഞ നാണംകേട് എന്നുള്ള ചിന്ത തന്നെയല്ല. നാണംകേട് എന്നത് പ്രശ്നമാക്കാത്ത ഇന്ന് വല്ലവർക്കും വല്ല നാണമുണ്ടോ? വല്ലയിടത്തും നാണമുണ്ടോ? വിളിക്കാത്ത കല്യാണത്തിന് പോയി കൂടി എന്ന് പറഞ്ഞ് കേസെടുക്കാൻ പോയ സ്ഥലങ്ങളുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊരു ഖത്തീബിനെ പറഞ്ഞു വിട്ടത്, വിളിക്കാത്ത കല്യാണത്തിന് പോയി സ്ഥിരം ഭക്ഷണം കഴിക്കുന്ന രണ്ടാളുകളെ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളായി അവർ വിളിക്കാത്ത കല്യാണങ്ങൾക്കൊക്കെ പോയിരുന്ന് ഭക്ഷണം കഴിക്കും. ഹറാമാണിത്. അങ്ങനെ അവരുടെ കാര്യം പബ്ലിക്കായി പരസ്യമായി ആളുകൾ പിടിച്ചു, നാണം കേടായി. ഇത് പച്ചന ഖത്തീബ് വെള്ളിയാഴ്ച പ്രസംഗിച്ചു. പിന്നീട് ഗുണ്ടായിസായി അതായി ഇതായി ആ പാവത്തിനോടൊന്ന് പറഞ്ഞിട്ടു. അപ്പൊ ആളുകൾക്ക് ലജ്ജ. ആർക്കാ ലജ്ജ? എവിടെ? ഒരു ലജ്ജയില്ല, ഒരു നാണമില്ല, ഒരു നാണമില്ല മനുഷ്യന്മാർക്ക്. ഒരു നാണം, ഒരു നാണമില്ല. അതെന്റെ അഭിമാനം. അഭിമാനമൊക്കെ പൈസ ഉണ്ടെങ്കിൽ വന്നോളുന്നേ. ഒരു ലജ്ജയും മനുഷ്യനില്ല. ലജ്ജയില്ലെങ്കിൽ ആ മനുഷ്യനിൽ അള്ളാഹു പരാജയം കൊടുക്കാൻ സാധ്യതകളേറെ.
പിന്നെ പറഞ്ഞു മഹാന്മാർ നാലാമത്തേത് റഗബത്തു ഫിദ്ദുനിയ, എന്ത് കണ്ടാലും വേണം. ദുനിയവിയായ ഏത് ഒരു പ്രൊഡക്റ്റ് കണ്ടാലും അത് അപ്പം വേണം. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ? അത് വേണം, അതെനിക്ക് വേണം, ഇത് അതും വേണം, ഒക്കെ വേണം. എന്നിട്ട് ഉപയോഗിക്കാതില്ല, എല്ലാം വേണം, എല്ലാത്തിനോടും ആഗ്രഹം. എല്ലാം എനിക്ക് വേണമെന്ന അതിമോഹമുണ്ടല്ലോ, അത് പരാജയത്തിന്റെ അടയാളമാണ്. ഇനി കേട്ടോളൂ, മഹാന്മാർ പറയുന്നുണ്ട്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരാജയത്തിന്റെ മറ്റൊരു അടയാളമാണ് ദുനിയവിയായ കാര്യങ്ങളിൽ വല്ലാത്ത മോഹം. ആഗ്രഹങ്ങൾ മാത്രമല്ല, ദുനിയവിയായ കാര്യങ്ങളിൽ വല്ലാത്ത മോഹം. ഒരു മനുഷ്യന് അങ്ങനെ മോഹങ്ങൾ വരാൻ, അതായത് ഇപ്പൊ നമ്മളൊക്കെ സാധാരണ ഒരു ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിച്ച അത് അപ്പം അങ്ങോട്ട് കഴിച്ചോളണം എന്നാണ്. ഇപ്പൊ ഒരു കുഴിമന്തി കഴിക്കണം എന്ന് ഒരാൾക്കൊരു ആഗ്രഹം തോന്നി, ഒരു ഉദാഹരണം കേട്ടോ, ഞാൻ അതിനോട് വിരോധമുള്ള ആളൊന്നുമല്ല, ആവശ്യമുള്ളവർക്ക് കഴിക്കാം. അത് അപ്പം തന്നെ കിട്ടിയാലേ നമുക്കൊരു സമാധാനവും. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, നമ്മൾ പണ്ടൊക്കെ ഒരു സോഡ നാരങ്ങോളം കുടിക്കുന്ന എപ്പോഴാണെന്നറിയോ? കുറേ നടന്ന് ക്ഷീണിച്ച അവശതയായി ഒന്നും കുടിക്കാൻ കിട്ടാതെ വരുമ്പോഴാണ്. ഞാനൊക്കെ സ്കൂള് വിട്ട് വരുന്ന സമയത്ത് റോഡിലൂടെ നടന്നു വരുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ കാര്യം പറയണത് അതൊക്കെ ഇപ്പൊ അടുത്ത് നടന്നൊരു കാലമാണല്ലോ. നിങ്ങളെക്കാളും പ്രായം കുറവ് എന്തായാലും എനിക്കാണ്. അത് കുഞ്ഞിക്കാനേക്കാൾ ഇളയതാണത്, പോട്ടെ, എന്നാലും കുഴപ്പമില്ല. ഞങ്ങളുടെയൊക്കെ സ്കൂള് കാലമൊക്കെ ഓർമ്മ വരുന്നുണ്ട്. സ്കൂള് വിട്ട് വൈകുന്നേരം ഒരു 5 മണിക്കൊക്കെ വരുന്നതെങ്കിൽ വീട്ടിലെത്തിയാലാണല്ലോ ചായ കിട്ടാം. വരുന്ന വഴി ഈ റോഡില് ടാപ്പ് ഉണ്ടാവും, കുടിവെള്ളം. അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ക്യൂവാ, ഓരോരുത്തർ ആദ്യം ഓടും. അവിടെ നിന്ന് ടാപ്പിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ അകലേന്ന് ഓടും, ആദ്യം പോയി ടാപ്പ് പിടിക്കാൻ വേണ്ടി. എന്നിട്ട് ഇങ്ങനെ കൈ ചേർത്ത് പിടിച്ച് ഇങ്ങനെ വെള്ളം കുടിക്കുന്ന, അങ്ങനെ ഓർമ്മയല്ലേ? അങ്ങനെ ആ പൊക്കണ ടാപ്പുണ്ട്. നമ്മൾ ദാഹം ശമിപ്പിച്ചിരുന്നത് അങ്ങനെയായിരുന്നു. ദാഹം ശമിപ്പിച്ചിരുന്നത് അങ്ങനെയാണ്. ഇന്ന് ഷെയ്ക്ക് കുടിക്കണം, ഷെയ്ക്ക് കുടിക്കണ്ടെന്നല്ല പറഞ്ഞത്, നമുക്കത് അങ്ങോട്ട് തോന്നിയാ അങ്ങോട്ട് കുടിക്കാം. 100 രൂപ 120 രൂപയൊക്കെ കൊടുത്താണ് ഈ ഷെയ്ഖ് എന്ന് പറഞ്ഞ തൊരീക്കത്തിന്റെ ഷെയ്ഖല്ല, മറ്റേ ഷാർജ ഷെയ്ഖ് ഉണ്ടല്ലോ. ആ ഷെയ്ഖ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഖദ്ദസല്ലാഹു പറയണ്ട, അത് ആ ഷെയ്ഖ് അല്ല. ഇത് മറ്റേ ഈ വയസ്സായവരൊക്കെ ഏത് ഷെയ്ഖിന്റെ കാര്യമാണ് ഉസ്താദ് പറഞ്ഞത്, ഇപ്പൊ മൊയ്തി ഷെയ്ഖിന്റെ ആണ്ടാവാറ്, ആ ഷെയ്ഖ് അല്ലത്. ചുമ്മാ വെറുതെ ഒരു നാരങ്ങള്ളം കുടിക്കുന്നിടത്തേക്ക് ഇപ്പൊ എന്തായി, നാരങ്ങള്ളൊക്കെ കുടിക്കുന്നപ്പോഴേ എല്ലാം കഴിഞ്ഞ് വയറങ്ങോട്ട് നിറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ഫാസ്റ്റ് ഫുഡ് കടയില് ഫുഡ് പോകുന്ന പോലെ തന്നെ പെപ്സി, കൊക്കക്കോള, 7up ഒക്കെ പോകുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ? ഈ പെപ്സിയും 7up ഒക്കെ ദഹനം പെട്ടെന്ന് നടത്തുന്ന ആസിഡ് അംശമുള്ള ഭക്ഷണമാണ്, വെള്ളമാണല്ലോ. ഈ കഴിച്ചത് അങ്ങനാട് കേറിയിട്ട് പെരുമ്പാമ്പ് ആടിനെ വിഴിഞ്ഞ മാതിരി ഇരിക്കുന്നത്. എന്നിട്ട് അതിനൊന്ന് ഇരുത്തി കളയണമെങ്കിൽ ശ്വാസം വിടണ്ടേ? ഇനി ഇതിന്റെ കൂടെ ശ്വാസം അങ്ങനെ കയറി ഉറങ്ങുകയും ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം? ആ പെപ്സിയും കൂടി അങ്ങോട്ട് കുടിച്ചിട്ട് ഒരു ഹലാക്കിലെ ഏമ്പൊക്കെ വിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് ഒരു സമാധാനമായി. എത്ര രൂപ അവിടെ മാറിയെന്ന് പറയും. ഒരു മനുഷ്യൻ പകലന്തിയോളം പണിയെടുത്തിട്ട് 400 രൂപ എനിക്ക് വേതനം കിട്ടുന്നു എന്ന് പറയുന്ന ഒരാൾ എനിക്ക് ഈ അടുത്തറിയാൻ കഴിയും. 400 രൂപ, രാവിലെ 8 മണിക്ക് വന്ന് തുടങ്ങും പണി, വൈകുന്നേരം 4 മണിയാകുമ്പോഴേക്കും പോകും. 400 രൂപയാണ് കൂലി. 400 രൂപ. ധാരാളം വെയിൽ കൊണ്ട് മണ്ണിലിരുന്ന് പണിയേണ്ട പണിയുണ്ട്. 400 രൂപ കൂലി. ഒരു ഫാസ്റ്റ് ഫുഡ് കടയിലേക്ക് അങ്ങോട്ട് കയറുമ്പോൾ മനുഷ്യൻ ആഗ്രഹിച്ചതൊക്കെ അപ്പ നടപ്പാക്കുന്ന ഒരു പ്രവണത. അപ്പ നടപ്പാക്കണം. ഒരു മൊബൈൽ ഫോണിൽ ടോക്ക് ടൈം തീർന്നു കഴിഞ്ഞാൽ, വിളിക്കാനുള്ള ക്യാഷ് തീർന്നാൽ അപ്പൊ തന്നെ റീചാർജ് ചെയ്യണം. നെറ്റ് രാത്രി 12 മണിക്ക് റീസ്റ്റാർട്ട് ചെയ്യും. അടുത്ത ദിവസത്തേത് ഇന്നത്തെ 1 GB കഴിഞ്ഞു, ക്ഷമയില്ല, കുറഞ്ഞ നേരത്തേക്ക് വേഗം റീചാർജ് ചെയ്യണം. ഇത് പൊതുവെ ഉള്ള മനുഷ്യരുടെ ഒരു ധൃതിയാണത്. ദുനിയവിയായ കാര്യങ്ങൾക്ക് വല്ലാത്ത സ്പീഡാ, ഒരു ക്ഷമയല്ല. ഇപ്പൊ അത് ലോണും കിട്ടല്ലേ, ഇഷ്ടം പോലെ ലോണ്. 30 വർഷത്തേക്ക് 30 വർഷം കൊണ്ട് അടച്ചു തീർത്താൽ മതി. ഉസ്താദേ ലോൺ കിട്ടിയിട്ടുണ്ട്. 30 വർഷം ജീവിച്ചിരിക്കും. എന്തിനാ ജീവിക്കണ ഈ ലോണുകാരനായിട്ട് കടക്കാരായിട്ട്? 30 കൊല്ലം വാടക എടുക്കാൻ പറ്റില്ല. ചില ലോണുകളുടെ കാലയളവ് പറഞ്ഞ 30 കൊല്ലം. അതിന്റെ പിന്നാലെ എന്തിനും സാമ്പത്തിക സഹായം എവിടെയും. സ്വർണം വീട്ടിൽ വെച്ചാൽ പണം ഉണ്ടാവില്ല, അതിങ്ങോട്ട് കൊണ്ടാ, ഞങ്ങള് പൈസ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പരസ്യം പോകണം. ഞാനൊന്നും പറയുന്നില്ല, എവിടെയും കിട്ടും. പൈസ കിട്ടാനൊന്നും ഒരു പ്രയാസമില്ല, പക്ഷെ തിരിച്ചു കൊടുക്കാൻ മനുഷ്യൻ പ്രയാസപ്പെടാണ്. ബാധ്യതകൾ കുന്നുകൂടുമ്പോൾ
ആത്മഹത്യാ ഭീഷണി. ഇക്കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം കൊടുത്തു വീട്ടേണ്ട പണം ചോദിക്കുന്നു. ഒരാള് എന്റെ മുന്നിൽ വെച്ചാ ചോദിക്കാം. അപ്പോ എനിക്ക് നീ തരാനുള്ളത്, ഞാൻ കണക്കൂട്ടിട്ട് 8-9 ലക്ഷം രൂപ കിട്ടാനുണ്ട്, നീ എന്തേ തരാത്തതെന്ന് ചോദിക്കുമ്പോൾ എടുത്ത വഴി ആ ചെറുപ്പക്കാരൻ അവിടുന്ന് ഈ ഫോണിലേക്ക് ഇങ്ങോട്ട് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? നാളെ രാവിലെ പോരെ എന്റെ മയ്യത്ത് കാണാം, നിങ്ങൾക്ക് തരാൻ മനസ്സില്ല. കണ്ടോ, കടം വാങ്ങിയാൽ അത് ബാധ്യതയാണ്, എനിക്ക് നാളെ കബറിൽ കിടക്കേണ്ടതാണ്. ഇതൊന്നും അല്ല പറയണത്. ഞാൻ ആത്മഹത്യ ചെയ്യും, എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട, എനിക്ക് തരാൻ സൗകര്യമില്ല. ഈ സാധു പേടിച്ചു പോയി. ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞ് എന്റെ പേരിൽ കേസാകുന്നു. അങ്ങനെ ആ സാധു പിന്നെ പൈസ വയ്ക്കൽ നിർത്തി. അപ്പൊ ആത്മഹത്യ ചെയ്താൽ അത് തെറ്റാണെന്നും അതിന്റെ പേരിൽ ശിക്ഷയുണ്ടെന്നും അതൊന്നും ചിന്തിക്കുന്നില്ല. ഖബറിൽ കിടക്കണമല്ലോ അത് ചിന്തിക്കുന്നില്ല. ഈ കടം കൊടുത്തു വീട്ടണമല്ലോ അതും ചിന്തിക്കുന്നില്ല. മനുഷ്യൻ സൗകര്യങ്ങളുടെ പിന്നാലെ പോകുന്ന അവസ്ഥയുണ്ടെങ്കിൽ പരാജയത്തിന്റെ അടയാളമാണെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു പെണ്ണുണ്ടായിരുന്നു മദീനയിൽ. അവർക്ക് വായന്റെ ടേസ്റ്റ് അറിയാൻ കഴിയുന്നില്ല. പല ടേസ്റ്റും അവർക്ക് അറിയാൻ കഴിഞ്ഞു, പക്ഷെ മധുരം എന്ന ടേസ്റ്റ് അറിയാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണിന്റെ ഭർത്താവ് രാജ്യം ഭരിച്ച ഭരണാധികാരിയായിരുന്നു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുടെ കാര്യം പറഞ്ഞു. മധുരം എന്ന രുചി അത് ഷുഗർ ഉണ്ടായോണ്ട് അല്ല ഉസ്താദെ, ഷുഗർ ഒന്നും അല്ല. അങ്ങനെയൊക്കെ ഉണ്ട്. ഷുഗർ ഉള്ളത് കൊണ്ട് മധുരം, അങ്ങനെയല്ല. അത് ഷുഗറും പ്രഷറും ഒന്നുമില്ല. മധുരം കഴിക്കുക എന്നത് അതൊരു ആസ്വാദനങ്ങൾ സ്വഹാബത്തിൽ ഉണ്ടായിട്ടില്ല എന്നാ. മഹാന്മാരായ സ്വഹാബത്ത് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നവരായിരുന്നില്ല എന്നാണ് തഫ്സീർ റൂഹുൽ ബയാനും മറ്റൊക്കെ രേഖപ്പെടുത്തുന്നത്. അത്രത്തോളം അവർ ദുനിയാവിനെ തൊലാക്കല്ലിയവരാ, വേണ്ടാന്ന് വെച്ചവരാ. നമ്മുടെ ജീവിതത്തിലെ ചില താരതമ്യങ്ങളൊക്കെ ആവശ്യമാണ്. സൂക്ഷ്മത എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങളുടെ പിന്നാലെ നമ്മൾ പായുന്നോടത്ത് കിട്ടൂല. അങ്ങനെ കുടുംബത്തിലെ ചെലവിന് വേണ്ടി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുത്തു വെച്ച ആ നാണയത്തുട്ടുകളെ ശേഖരിച്ചു വെച്ചിട്ട് ഈ പെണ്ണ് ഒരു മധുര പലഹാരം വാങ്ങാൻ, ഉദാഹരണം 1-2 ജിലേബി വാങ്ങാനുള്ള പൈസ ആയി കഴിഞ്ഞപ്പോ ഭർത്താവിന്റെ കൈ കൊടുത്തു. എന്നും പൈസ ഇങ്ങോട്ടാ കിട്ടല്, ഇന്ന് അങ്ങോട്ടും കൊണ്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വരുന്ന വഴിയില് എനിക്ക് ഇന്നാലിന്ന മധുര പലഹാരം ഒന്ന് വാങ്ങിത്തരണം, വായിക്കൊക്കെ ഒരു ചവർപ്പ്. അപ്പൊ ചോദിച്ചു ഇതെവിടുന്നാ ഈ പൈസ? അങ്ങയുടെ സാലറി, ഖജനാവിന്ന് കിട്ടുന്ന ഭരണാധികാരിയുടെ ജീവിതം കഴിയാനുള്ള, കുടുംബം കഴിയാനുള്ള ശമ്പളത്തിൽ കുടുംബിനിക്ക് തരുന്ന അവകാശമുണ്ടല്ലോ, അതിൽ നിന്നും ഞാൻ എന്റെ ചെലവ് ചുരുക്കി മധുരം കഴിക്കാനുള്ളത് മാറ്റിവെച്ചത്. പെണ്ണെ, അതിനർത്ഥം ഈ മാറ്റിവെച്ച സംഖ്യ ഒഴിച്ചു നിർത്തിയത് തന്നാലും നിനക്ക് കുടുംബത്തിൽ കഴിയാനുള്ള പണം കിട്ടി എന്നല്ലേ? എന്നാൽ ഇനി മുതൽ നിന്റെ അവകാശമെന്ന് പറയുന്ന ചെലവിന്റെ പണത്തിൽ ഈ മധുരത്തിന് വേണ്ടി നീ മാറ്റിവെച്ച അത്രയും തുക കുറച്ചേ ഞാൻ തരൂ എന്ന് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെയാ പഠിപ്പിച്ചത്. അവിടെ കുടുംബകലഹം ഉണ്ടായില്ല. പെണ്ണ് ചിന്തിച്ചു, ശരിയാണല്ലോ, ഇവിടുന്ന് വേണ്ട എനിക്കത്. അങ്ങനെ രുചി കളഞ്ഞ് ഭക്ഷണം കഴിച്ച മഹാന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പ്രമുഖർ, പല പണ്ഡിതന്മാർ. ഞാൻ പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ പഠിക്കുന്ന സമയത്ത് മഹാനായ ശൈഖുന കാളമ്പാടി ഉസ്താദ് സ്വഹീഹുൽ ബുഖാരി ഞങ്ങൾക്ക് എടുത്തു തന്നത്. ഉസ്താദിന്റെ അധ്യാപനം എന്തൊരു സൂക്ഷ്മത! കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ബിരിയാണി ഉണ്ടാവും, എല്ലാ സുഭിക്ഷമായ ഭക്ഷണത്തിന്റെ ദിവസങ്ങളുണ്ടാവും. ഉസ്താദിന് കൊടുക്കുന്നത് ആ ഗോതമ്പിന്റെ കഞ്ഞിയാ. ഇവർക്ക് അതിനപ്പുറത്തേക്ക് ഒരു ആഗ്രഹമില്ല. എന്തിനേറെ കൈ കഴുകാൻ ഒരു ടാപ്പ് പോലും ഫിറ്റ് ചെയ്യേണ്ട ആവശ്യം അവിടെ വന്നിട്ടില്ല. ഒരു പഴയ കിണ്ടിയിൽ വെള്ളം, കിണ്ടി എന്നല്ലതിന് പറയാ, വാലുള്ള സാധനം, അതിൽ വെള്ളം വെച്ചിട്ടാണ് ഞങ്ങളുടെ മഹാനായ ഗുരുനാഥൻ, 10,000-കണക്കിന് ആലിമീങ്ങളുടെ ഉസ്താദ്, ഒരു കീറിയ ബനിയനും കള്ളിത്തുണിയും എടുത്ത് ഒരു ഷാള് വെച്ച് വെറുതെ തലയിൽ ഒരു ചുറ്റുകെട്ട് കെട്ടി ആ മഹാപണ്ഡിതർ. ജീവിതത്തിന്റെ സൂക്ഷ്മതയത്. ഇവിടെ വേണ്ട, അവിടെ മതി. ഇവിടെ വേണ്ട, അവിടെ മതി. മരിക്കുന്ന നേരം 2 ജോഡി വസ്ത്രം കഴിയുമായിരുന്നല്ലോ. അതിനപ്പുറം ജീവിതത്തിൽ ചില വലിയ വലിയ ആളുകളെ താരതമ്യം ചെയ്യണം, അപ്പോഴാണ് നമ്മൾ നന്നാവൂ. വലിയ വലിയ ആളുകളെ ഉമർ റളിയല്ലാഹു അൻഹു മകന്റെ തലമുടി വടിച്ചു കളഞ്ഞ എന്താ കാരണം എന്നറിയോ? മഹാനവറുകൾ സൈത്തണ്ണ, ഒരു വീപ്പയില് സൈത്തണ്ണ വന്ന് ജനങ്ങൾക്ക് വീതിക്കാൻ വേണ്ടിയിട്ട്, ഞാനത് പറയാൻ വിശദമായിട്ട്,
ആ സെയ്ത്തെണ്ണ റേഷനായി കൊടുക്കാണ്. അപ്പൊ അതിന് അവകാശപ്പെട്ടവർ പാത്രമായിട്ട് ഒരു വലിയ വീപ്പേന്ന് ഒരു കപ്പ് വെച്ചിട്ട് ഇങ്ങനെ കോരി കോരി കൊടുക്കുമ്പോൾ ഇറ്റിറ്റ് ചാടും. വെളിച്ചെണ്ണയല്ലേ, ഇറ്റ് ചാടുന്നത് ഇങ്ങനെ വിരല് വെച്ച് മോൻ തലമുടിയിൽ തൂക്കലൊടിക്കും. അങ്ങനെ ഒരു പ്രകാരം ഈ ഭാഗത്തുനിന്ന് തൂത്ത് ഈ ഭാഗം മൊത്തം. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ജനങ്ങളുടെ എണ്ണ കൊണ്ട് തന്നെ മുടി മിനുക്കണമല്ലോ എന്ന്. ഈ മിനുക്കൽ കൂടി കൂടി വന്നപ്പോ എന്ത് ചെയ്തു, എണ്ണ ഒഴിച്ചു കൊടുക്കൽ അവിടെ നിർത്തി. ആളുകൾ ക്യൂ നിൽക്കാണേ, ഖലീഫ തന്നെ ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മോന്റെ കൈക്ക് പിടിച്ചിട്ട് നേരെ ബാർബർ ഷോപ്പിൽ പോയിട്ട് മുടി അങ്ങോട്ട് വടിച്ചു കളഞ്ഞു. എന്നിട്ട് മോനോട് പറഞ്ഞു, എണ്ണ തൂക്കുന്നതിനേക്കാളും എളുപ്പം ഇതാ സയ്യിദുനാ ഉമർ. സൂക്ഷ്മതയാണിത്. ജീവിതത്തിൽ ഇതില്ലാതെ വിജയിക്കാനേ പറ്റില്ല. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ജീവിച്ചിരുന്ന കാലഘട്ടത്തില് ആളുകൾ സന്ദർശകർ വരും. അപ്പൊ ചോദിക്കും, ഉസ്താദ് സന്ദർശകർ വരും, ഉസ്താദിനെ ചോദിക്കും, ഉസ്താദ് അവിടെ ഉണ്ട്. സന്ദർശകർ എന്തെങ്കിലും കൊണ്ടുവരും. ചില ആളുകൾ കൊണ്ടുവരും തേയില കൊണ്ടുവരും, ചായ ഇല കൊണ്ടുവരും, തേയില, ചായപ്പൊടി, പഞ്ചസാര കൊണ്ടുവരും. അപ്പൊ ഉസ്താദ് ചോദിക്കുന്നത് എന്തിനാ? പഴയ കാലത്ത് കാഴ്ച വെക്കുന്നതാണ്, ചായപ്പൊടി പഞ്ചസാര കൊണ്ടുപോവാ അല്ലേ? അതെന്തുകൊണ്ടാ? അതാ പഴയ കാലത്ത് ചായ കുടിക്കുക എന്നുള്ളത് ഒരു വലിയ ഭക്ഷണമാണ്, ഒരു വലിയ സൽക്കാരാണ് ചായ കുടിക്കുക. ചായ കൂടി, അതിനപ്പുറത്തേക്കൊന്നുമില്ല. അന്ന് ഈ പറഞ്ഞ മാതിരിയുള്ള വലിയ ഭക്ഷണങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോ കണ്ണിയത്ത് ഉസ്താദിനെ കൊണ്ടുവരുമ്പോ ചോദിക്കും, ഇത് ആർക്കാന്ന് ചോദിക്കും. ഉസ്താദ് ഇവിടെ ഒരുപാട് ആളുകൾ വരുന്നതല്ലേ, അവർക്ക് ചായ തിളപ്പിച്ചു കൊടുക്കാനായി കൊണ്ടുവരുന്നു. അപ്പൊ അത് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർക്ക് ഹറാം. ഇവിടെ വരുന്ന ആളല്ലല്ലോ, ഞാനിവിടെ ഉള്ള ആളല്ലേ. സൂക്ഷ്മത. ഒളു എടുക്കാൻ വേണ്ടി ഹൗലിന്റെ പരിസരത്തെത്തിയപ്പോ പോക്കറ്റിൽ നിന്നും ഒരു 50 പൈസ ഹൗലിലെ വെള്ളത്തിൽ പോയി. ഹൗല്, പഴയ കാലത്തെ ഹൗല് പള്ളികളില് കുളം പോലെ എങ്ങനെയാ, ആ ഹൗലിൽ നിന്ന് വെള്ളം കളയാൻ പാടില്ല. വെള്ളം ഒരാളങ്ങോട്ട് ഇറങ്ങിയ വെള്ളം അങ്ങോട്ട് കവിഞ്ഞു പോവും. വെള്ളം കളയാനും പാടില്ല, പൈസ എടുക്കുകയും വേണം. കുറെ നേരം കഴിഞ്ഞ് മഹാനവറുകൾ ഒരു കോല് കൊണ്ട് ഇങ്ങനെ തോണ്ടി നോക്കിയും പൈസ കിട്ടിയില്ല. അപ്പോഴുണ്ട് ഒരാൾ അതിലെ വന്നു, അയാളോട് പറഞ്ഞു. അയാൾ വളരെ എളുപ്പത്തിൽ ആ പൈസ എടുത്തു കൊടുത്തു. 50 പൈസ എടുത്തു കൊടുത്തു. മഹാനായ കണ്ണിയത്ത് 50 പൈസ വാങ്ങി പോക്കറ്റിൽ വെച്ചിട്ട് മടിയിൽ നിന്നും 2 രൂപയുടെ നോട്ട് എടുത്തു കൊടുത്തു. എന്തിനാണിത്? 50 പൈസ ഉപേക്ഷിച്ചു പോവൽ, ആ പൈസയുടെ മൂല്യത്തെ മാനിക്കുക എന്ന സൂക്ഷ്മത, പണിയെടുത്തവന് കൂലി കൊടുക്കുക എന്ന സൂക്ഷ്മത, ഇതാണ് കണ്ണിയത്ത്. പൂർവികർ അങ്ങനെ ജീവിച്ചത്. ഒരു വീട്ടിൽ ചെന്നു, വീട്ടുകാരൻ ഉസ്താദിനെ ക്ഷണിച്ചു. ചെന്നപ്പോ സ്വാഭാവികമാണല്ലോ, വീട്ടിലേക്ക് വരുമ്പോ അവിടെ ഇരിക്കുന്നു പറയാലോ, സന്തോഷം. അൽഹംദുലില്ലാഹ്, കണ്ണിയത്ത് ഉസ്താദ് വന്നല്ലോ. ഉസ്താദ് അവിടെ ഇരുന്നാലും ഇരിക്കൂല. പിന്നെയും പറഞ്ഞു അവിടെ ഇരുന്നാലും ഇരിക്കൂല. പിന്നെ പറഞ്ഞു അവിടെ ഇരുന്നാലും ഞാൻ ഇരിക്കൂല. എന്താ കാരണം? അവിടെ എന്ന് പറഞ്ഞത് എവിടെയോ, അവിടെയല്ലേ ഞാൻ ഇരിക്കേണ്ടത്. ആ അവിടെ എവിടെയാന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഉദ്ദേശിച്ച ആ അവിടെ അതേതാന്ന് എനിക്ക് കാണിച്ചു തരാതെ ഞാൻ എവിടെയും ഇരിക്കൂല. കാരണം എനിക്ക് അവകാശപ്പെടുത്തി തന്നു ഇരിക്കാൻ വേണ്ടിയിട്ട് ആ അവിടെ. അല്ലാഹു സൂക്ഷ്മത തന്ന് അനുഗ്രഹിക്കട്ടെ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. റബ്ബേ, നീ സ്വീകരിക്കു അല്ലാഹ്. പാപങ്ങൾ പൊറുക്കണേ റഹ്മാനേ. അല്ലാഹുവേ, രോഗങ്ങളെ ശിഫയാക്ക് അല്ലാഹ്. ലോക മുസ്ലിമീങ്ങൾക്ക് നല്ലത് വരുത്തണേ അല്ലാഹ്. ഫലസ്തീനിലെ മുഅ്മിനീങ്ങൾക്ക് നീ നല്ലത് വരുത്തണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അവിടെ നീ ദൂരീകരിക്കണേ അല്ലാഹ്. അല്ലാഹു അവരുടെ സംരക്ഷണം നീ ഏറ്റെടുക്ക് അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ ആഖിബത്തിൽ ബറക്കത്ത് നൽകു അല്ലാഹ്. അല്ലാഹുവേ, അവസാനം നന്നായി മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. ربنا ارحمهم كما ربونا صغارا بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.